കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അജയ് അപർണയുടെ കഴുത്തിൽ താലി ആർത്താൻ വരുന്ന സമയത്ത് ആ കാഴ്ച കാണുന്നേ. ഓഡിറ്റോറിയത്തിലേക്ക് വന്നതും ആ കാഴ്ച കണ്ടു. അമല അപർണയുടെ കഴുത്തിൽ താലി ആർത്തുന്നേ. ഈ സമയം ശരണ വന്നിട്ട് പറഞ്ഞു, ഇതേ ഇനിയിപ്പൊ അജയായിട്ടോട് നിൽക്കുന്നതുകൊണ്ട് ആകെപ്പാടെ പ്രശ്നമാവും, അറിയാലോ. അബിയേട്ടനൊക്കെ നല്ല ദേഷ്യത്തിലാന്ന് പറയണം. അങ്ങനെ അജയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിരഞ്ജനയുടെ അടുത്തേക്ക് ചെല്ല്. കാരണം ഇനിയിപ്പം ആ ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലാൻ പറയണം. അല്ലെങ്കിൽ തന്നെ അജയായിട്ട് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു വിഷമത്തിലായിരിക്കും നിരഞ്ജന ചേച്ചി. അതുകൊണ്ട് ഇനി ഒരു കടുങ്കൈ ചെയ്യാണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിച്ചുകൂടാ. ആ ജീവൻ രക്ഷിക്കേണ്ട ഇപ്പം അജയേട്ടന്റെ കടമയാണ്. അതുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു അജയനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം. അങ്ങനെ അജയ് കാറെ കയറി പോവാണ്. ഈ സമയത്ത് ഉണ്ണിത്താൻ കണ്ടു അമരയുടെ കഴുത്തിൽ താലി ആർത്തുന്നു. അപ്പൊ ഇനി പേടിക്കേണ്ടതില്ല. ഇനിയിപ്പൊ അജയ് ഒരു കാരണവശാലും അപർണയുടെ കഴുത്തിൽ അപർണയെ വിവാഹം കഴിക്കത്തില്ല. പേടിക്കണ്ട, തന്റെ മോളുടെ ജീവിതം രക്ഷപ്പെട്ടെന്ന് തോന്നേ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അജയും ഇവളും കൂടെ അങ്ങനെ വിവാഹം കഴിച്ചായിരുന്നെങ്കിൽ തനിക്കത് പണിയായനം. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ തീരുമാനങ്ങളുണ്ടെങ്കിൽ അത് മുടക്കാൻ തന്നെയാണ് ഉണ്ണിത്താൻ അങ്ങോട്ട് വന്നത്. പിന്നീട് ഉണ്ണിത്താനും തിരികെ പോവാണ്. ഈ സമയം അജയ് രണ്ടും കൽപ്പിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് ചെല്ലുന്നത് നിരഞ്ജന അടുത്തേക്ക്. കാരണം തനിക്കിനി അവളെ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ അജയ് ഒരു താലിയും മാലയും ഒക്കെ മേടിച്ച് കൈ കരുതിയിരുന്നു. ഇന്ന് തന്നെ അവളെ താൻ സ്വന്തമാക്കണം. ഇനി ഒരു പക്ഷേങ്കിൽ അവളെ ഒരു കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് അവള് തന്റെ ഭാര്യയാകണം. ആ ഒരു ചിന്തയോടുകൂടി അങ്ങ് ചെല്ലുന്നേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് നേരെ നിരഞ്ജന മുറിയിലേക്ക് കയറി പോവാണ്. ഈ സമയം ഹേമ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ നേരെ അങ്ങ് ചെന്നിച്ചപ്പോൾ നിരഞ്ജന അജയനെ കണ്ടതും വീണ്ടും വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. നിരഞ്ജനയ്ക്ക് മനസ്സിലായി അജയ് തന്നെ ഇട്ടിട്ട് പോയില്ല, അപർണയുടെ കഴുത്തി താലി ആർത്തിയില്ല. ഇത്ര സമയം നിരഞ്ജനയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, അജയ് പോയത് അപർണയുടെ കഴുത്തി താലി ആർത്താനായിരിക്കും. അപ്പൊ താൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്ന്. കാരണം താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും തന്നോട് ഒരു ഇറ്റ സ്നേഹം പോലും അജയ്ക്കില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ആകെപ്പാടെ ഒരു വെപ്രാള അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് അജയുടെ അങ്ങോട്ടുള്ള ആ വരവ്. നിരഞ്ജനയ്ക്ക് സന്തോഷമായി. പിന്നീട് അജയ് നിരഞ്ജനയുടെ കയ്യെടുത്ത് പിടിച്ചിട്ട്, നീ എന്താ വിചാരിച്ചേ? എനിക്ക് നിന്നോട് ഇഷ്ടമില്ലെന്നോ? എനിക്ക് നിന്നെ ജീവനാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, അതിപ്പം ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അജയ് എന്ത് ചെയ്യാണ്, പോക്കറ്റിൽ കിടന്ന് താലിയും മാലയും കൊണ്ട് തീർത്ത് കാണിക്കുകയാണ്. ഇതിപ്പം നിന്റെ കഴുത്തില് ഈ നിമിഷം ഞാൻ മുഹൂർത്തവും നോക്കുന്നില്ല, നിന്റെ കഴുത്തിലേക്ക് ഞാൻ അങ്ങ് അണിയിക്കാൻ പോവാന്ന് പറയുക. എന്നിട്ട് നിരഞ്ജനയുടെ കഴുത്തിൽ അങ്ങ് അണിയിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല നിരഞ്ജനേത്. ഈ സമയത്താണ് ഉണ്ണിത്താൻ അങ്ങോട്ട് വരുന്നത്. ഉണ്ണിത്താനും ഹേമയും കൂടെ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഐസിയുവിനുള്ളിൽ കാണുന്ന കാഴ്ച നിരഞ്ജനയുടെ കഴുത്തില് അജയ് താലി കിട്ടുന്നായിരുന്നു. ഇത് കണ്ടത് ഹേമയ്ക്ക് സന്തോഷമായി. പക്ഷെ ഉണ്ണിത്താന് ഇപ്പൊ ചതിച്ചല്ലോ അവൻ നമ്മളെന്ന് പറയണം. ഇതേ ഒരക്ഷരം മിണ്ടിപ്പോയേക്കരുത്, അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യർ ഭ്രാന്തി പിടിച്ചിരിക്കുക. എന്റെ മോളുടെ ജീവനെ എനിക്ക് വലുത്. നിങ്ങൾക്ക് വലിയ പണവും പത്രാസും ഒക്കെ ആയിരിക്കും പ്രശ്നം, പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെയല്ല. എന്റെ മോളുടെ ജീവിതം, ഇനി അവളുടെ ജീവിതം വെച്ച് പന്താടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ ഹേമ അവിടെ ഇരിക്കുകയാണ് ഈ കാഴ്ചകളെ കണ്ടിട്ട്. പിന്നീട് നിരഞ്ജനെ ആശ്വസിപ്പിച്ചിട്ടാണ് അജയ് പുറത്തിറങ്ങി വരുന്നത്. ഇനിയിപ്പോ നിരഞ്ജനയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അജയ് തന്റെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ട്. ഇനി വേറൊരു പെണ്ണിനെ കഴുത്തിൽ താലി ആർത്താൻ പോവില്ലെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ പുറത്തിറങ്ങിയിരിക്കുക. ഈ സമയത്താണ് അമലിന്റെ അപർണയുടെ വിവാഹമൊക്കെ കഴിഞ്ഞത്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം വധൂവരന്മാരെ എല്ലാവരും ആശീർവദിക്കുന്നുണ്ട്. എല്ലാവരുടെ അനുഗ്രഹമൊക്കെ കാലുതൊട്ട് വാങ്ങുന്നുണ്ട്. പക്ഷെ ഈ സമയത്തെല്ലാം അപർണയുടെ ഉള്ളില് കടുത്ത ദേഷ്യമായിരുന്നു അമലിനോടും അതോടൊപ്പം തന്നെ ജാനകിയോടും എല്ലായിടത്തോടും. കാരണം അളകാപുരി ചുട്ടിരിക്കാനുള്ള ദേഷ്യമായിട്ടാണ് അവളങ്ങോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപർണയുടെ കൂട്ടുകാരി അങ്ങോട്ട് വരുന്നത്. കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞു, അല്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അജയനെ മറ്റൊരു പെണ്ണിന്റെ കൂടെ കണ്ടെന്ന്, എന്നിട്ട് നീ വിശ്വസിച്ചില്ല, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് അപർണ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചേനെ. ഈ സമയം ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുമായിരുന്നു. അപർണ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് അവളോട് അല്ല നീ പറഞ്ഞല്ലോ ആരാ അവളെ സഹായിച്ചെന്ന് ചോദിക്കുകയാണ്. സഹായിച്ച് ഞാൻ കണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ദേ നിന്റെ ആ ജാനിയടുത്ത് ഉടുത്ത പോലെ ഒരു സാരി ഉടുത്തൊരു സ്ത്രീയായിരുന്നു ആ കൂടെ ഉണ്ടായിരുന്നത്. അവളുടെ മുഖം ഞാൻ വ്യക്തമായിട്ട് കണ്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അജയനെ ഇവിടുന്ന് രക്ഷിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ, അജയനെ നിരഞ്ജനെ ഇവിടെ രക്ഷിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അത് നിന്റെ ജാനിയടുത്ത് ആയിരിക്കും എന്ന് പറയാം. പക്ഷെങ്കിൽ അവളുടെ കണ്ടീഷൻ എന്തോ മോശമായിരുന്നു. അവളെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കണ്ടത്. എനിക്ക് തോന്നുന്നത് അവൾ വേറെന്തോ ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണുമായിരിക്കും. ഒരു പക്ഷേങ്കിൽ അജയ് അവിടെ കാണുമെന്ന് പറയാം. ഇത് കേട്ട അപർണ ശരിയാ, അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവളെയും കൊണ്ട് അജയ് ഹോസ്പിറ്റലിലായിരിക്കും. എത്രയും പെട്ടെന്ന് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെന്ന് പറയാം. അത് പേടിക്കണ്ട, ഇപ്പൊ തന്നെ ഞാൻ അന്വേഷിച്ച് അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം. അപർണ പറഞ്ഞു, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് വലതുകാലി വെച്ച് കയറുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം.
അവനെ മാത്രമല്ല അവളെ കാണണമെന്ന് പറയാണ്. ഇന്ന് അപർണ അങ്ങോട്ട് ചെല്ലുവാണ്. ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അവിടെ പോയി ഫോട്ടോ സെക്ഷനൊക്കെ നിൽക്കുവാണ്. പിന്നീട് അവളെന്തെങ്കിലും ഫ്രണ്ട് എന്ത് ചെയ്യുവാണ്, കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുകയാണ്. എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലാണ്, ICU കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ ഹോസ്പിറ്റലിലേക്കാന്ന് അന്വേഷിക്കാൻ പറഞ്ഞ് അങ്ങനെ ആ വിവരം കിട്ടി. ഈ വിവരം കിട്ടിയ നേരെ അപർണയുടെ അരിയിലേക്ക് വരുവാണ്. അപർണയുടെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ നമ്മൾ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം തരാം. അവള് ഹോസ്പിറ്റലാ, അവള് ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗുളിക എടുത്ത് പിഴുങ്ങി ICU പറയാണ്. ഇത് കേട്ടത് അപർണ. അപ്പൊ അതാണ് കാര്യം, അതാണ് അജയ് നിരഞ്ജനയും കൂടി പോയത്, വെറുതെ അല്ല. ഇപ്പോഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ. എനിക്ക് ഇപ്പൊ തന്നെ അവളെ കാണണമെന്ന് പറയാം. നീ എന്താ പറയണേ, നിന്റെ വിവാഹം കഴിഞ്ഞല്ലോ, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അവളെ കാണണമെന്ന് പറയാം. ഇപ്പം അതെങ്ങനെ സാധിക്കും? അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. നീ വാ, വണ്ടി എടുക്കാൻ പറയണം. ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് വരാനും പറഞ്ഞോണ്ട് നേരെ അവളുടെ കൈ കയറി പിടിക്കണം, കൂട്ടുകാരുടെ കൈ പിടിച്ച്. കാരണം എനിക്ക് ആ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് അവളെ കണ്ടോ കയറാൻ പറ്റുള്ളൂ എന്ന് പറയാം. കൂട്ടുകാരിക്ക് ആ ടെൻഷൻ, ദൈവമേ അപർണ ഈ സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും എന്ത് വിചാരിക്കും? പക്ഷേങ്കിൽ അപർണയൊന്നും മൈൻഡ് ചെയ്തില്ല. അപർണ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങി നേരെ കൂട്ടുകാരനും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അജയ് ഇങ്ങനെ തകർന്ന അവശനായി തലയ്ക്ക് കൈയും കൊടുത്ത് അങ്ങനെ ചേരലിരിക്കുന്നുണ്ട്. ഈ സമയം ഉണ്ണിത്താനും ഹേമയും നോക്കി കഴിയുമ്പോഴത്തേനും കല്യാണ വേഷത്തിൽ അങ്ങോട്ട് അപർണ വരുന്ന കണ്ടു. അപർണ നേരെ വന്ന് അജയുടെ മുന്നിലാണ് നിന്നത്. അജയുടെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, അജയ് ഇന്ന് വിളിക്കണം. ആ ഒരു വിളി കേട്ടതും അജയ് ഞെട്ടിത്തെരിച്ച് നോക്കണം. എന്നെ മനസ്സിലായെന്ന് ചോദിക്കുക. ഇത് കേട്ട അജയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അപർണ നീയ? അതെ അപർണ തന്നെയാ. അതെ എന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയാം. അതറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കില് അന്നെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചു. നിങ്ങളുടെ അനിയൻ അമലെ, എന്റെ ആജന്മ ശത്രു എന്ന് പറഞ്ഞ പോലെ അമലിനെ കല്യാണം കഴിച്ചേ. പക്ഷേങ്കില് നിങ്ങൾ മനസ്സ് കുറിച്ചിട്ടോ നിങ്ങളുടെ പതനം തുടങ്ങിക്കഴിഞ്ഞ അജയ് എന്ന് പറയാം. അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയം ഉണ്ണിത്താനും ഹേമ ആ കാഴ്ച കണ്ടു. അവള് നേരെ നിരഞ്ജനയുടെ ഐസിനകത്തേക്ക് കയറിപ്പാട് തുടങ്ങുക. പെട്ടെന്ന് തന്നെ തിരികെ വന്നിട്ട് അപർണ അജയനെ വിളിച്ചു. അജയ് ഒന്ന് വരാൻ പറയണേ. എന്ത്? ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. എൻ്റെ കൂടെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ? നേരെ നിരഞ്ജനയുടെ മുറിയിലേക്കാ വിളിക്കുന്നത്. വേറെ ഒന്നിനുമല്ല, കയറി പോരെ. ഇനി ധൈര്യമായിട്ട് പോരാ. എൻ്റെ കല്യാണം അത് കഴിഞ്ഞല്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അജയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അജയ് എന്ത് ചെയ്യുവാണ്? അജയ് പിന്നെ അവളുടെ കൂടെ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് അവളെന്ത് ചെയ്യുക, നിരഞ്ജന തന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലി, അജയ് കെട്ടിയ താലിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അപർണ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപർണ കണ്ടു നിരഞ്ജനയുടെ കഴുത്തിൽ കിടക്കുന്ന താലി. അത് നോക്കി അവൾ സന്തോഷിച്ചിരിക്കുന്നത്. അത് കണ്ടതോ അപർണയുടെ സർവ്വ നിയന്ത്രണം വിട്ടു. അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലേ അല്ലേ എന്ന് നിരഞ്ജനോട് ചോദിക്കുക. ഇത് കേട്ട നിരഞ്ജന അന്തം വിട്ടാണ് അപർണയെ നോക്കിയത്. അപർണ ഇങ്ങനെ ഈ വേഷത്തിൽ ഒരിക്കലും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എനിക്കറിയായിരുന്നേ, ഞാൻ വൈകിപ്പോയി അതറിയാനായിട്ട്. പക്ഷെ ഇതുണ്ടല്ലോ, ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാ നീയൊക്കെ ചെയ്ത്. കാരണം കതിർ മണ്ഡപത്തിൽ വെച്ച ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വാക്ക് തുറന്നു പറയായിരുന്നു മുമ്പ്. അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് പോയില്ലായിരുന്നു. പക്ഷെ നീയൊക്കെ ചെയ്ത ചതിയുണ്ടല്ലോ, ഒരിക്കലും നിന്നോടും അജയോടും ഞാൻ പൊറുക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അതുകൊണ്ട് നിരഞ്ജന പറഞ്ഞ അപർണ ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഉണ്ണിത്താനും ഹേമയും അജയൊക്കെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.